കാന്താര കാണാൻ പോയിട്ട് എന്തിന്റെ റിവ്യൂ പറയൂ. അപ്പൊ നമ്മള് കാന്താര കാണാൻ പോയിട്ട് വന്ന പടാണ്. അടിപൊളി സിനിമ. ലൈഫിൽ ഇങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടില്ല. ഭയങ്കര ഒരു പടം 1000 കോടിയിൽ നിക്കൂല. ഇത് ഓർത്ത് വെച്ചോ, ഇത് നിക്കൂല. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോയി. നമ്മൾ തിരിച്ച് വരുത്താന്ന് ടാക്കീസ് ഇറങ്ങിയ പാടാന്ന്. നമ്മളങ്ങനെ റിവ്യൂ ഒന്നും ഇതിങ്ങനെ അങ്ങനെ ചെയ്യല്ല, എപ്പെങ്കിലും അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കാത്ത് നിന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ സിനിമ ഒരുപാട് എല്ലാ പടവും നമ്മൾ കാണാൻ പോക്കുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ പണ്ടേ ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമ കാണാൻ പോകും. ഒരു സിനിമ ചെയ്യണം തന്നെയാണ് നമ്മളത് അതിയായ ആഗ്രഹം. അപ്പോൾ എൻ്റെ പക്കത്തോട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ കാര്യങ്ങളിൽ അറിയിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഓരോ പടവും നമ്മൾ കാണാൻ പോകും. ഈ പടം നമ്മൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നൊരു പടമാണ്. അപ്പോൾ ഒരു വിചാരിച്ചില്ല വണ്ടീൻ്റെ അട. അപ്പോൾ പറഞ്ഞാൽ കാന്താര ചാപ്റ്റർ 1. കാന്താര ഫസ്റ്റ് നമ്മളിങ്ങനെ റിവ്യൂ അങ്ങനെ പറയാൻ നമുക്കറിയില്ല, അങ്ങനെ നമ്മൾ പറയലുമില്ല. പടം ഇറങ്ങി വരുമ്പം നമ്മൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പം നമ്മളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറേ പേര് നമ്മളെ സുഹൃത്തുക്കളുടെ കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ടൊന്ന് ഇടാന്ന് വിചാരിച്ചു, അങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ പടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാന്താര ഫസ്റ്റ് നമ്മൾ കണ്ടു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നൊരു പടം ഫുള്ളായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ്. പക്ഷേ ആദ്യത്തെ ആ ഭാഗത്തിൻ്റെ ഇതിനെക്കാട്ടി കുറച്ചുകൂടി മേലെ വെച്ചിട്ടുണ്ട്. ഇനി വെക്കട അതിന്റെ മുകളിലൊന്ന് പറഞ്ഞാൽ ഇനി അടുത്തെന്നാ ചെയ്യാന്നില്ലാന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ കാന്താരേന്റെ ആ ഒരു ഋഷഭ് ഷെട്ടിന്റെ ഒരു ആക്ടിങ് ലെവൽ ആ സമയത്ത് ഉണ്ടായ ഒരു അതേ സാധനം നമുക്ക് തൃപ്തി തരുന്ന രീതിയിൽ രണ്ടാമത് പുള്ളി അതേ സംഭവങ്ങളിനെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയിൽ. നല്ല എഴുത്തായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അങ്ങനെ ആധികാരികമായിട്ട് അറിയുന്ന റിവ്യൂ അറിയുന്ന കുറേ പേരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയാണ്, നമ്മളൊരു പ്രേക്ഷകൻ നമ്മൾ സാധാരണ പ്രേക്ഷകനാണ്. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് ഇത് കാണാൻ പറയാനെല്ലാം അറിയും. നമുക്ക് മലയാളികളുടെ ഒരാളുണ്ട്, പക്ഷെ അത് നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും അറിയായിരിക്കൂലേ. പക്ഷെ അത് കണ്ടാലേ സിനിമയിൽ നമ്മളെ അത് ഒരിക്കലും നമ്മളെ സിനിമ അത് ഞെട്ടിച്ചു പറഞ്ഞാല് ഇതിന്റെ ക്ലൈമാക്സോ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും പറയാനും പറ്റില്ല, പറയുകയും ചെയ്യാറ്. അത് വളരെ തെറ്റാണ്. ശരിക്ക് ട്വിസ്റ്റ് അതിനുണ്ട്, നല്ലൊരു ട്വിസ്റ്റാണ്. അതുപോലെ തന്നെ വില്ലനായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടല്ലേ, രസമായിട്ടുണ്ട്. അതെ. പിന്നെ നമ്മള് എല്ലാ സിനിമകളും നമ്മളിപ്പം റിയലിസ്റ്റിക് നമ്മൾ അതിന്റെ അകത്ത് നമ്മള് ആ സിനിമേന്റെ അതുപോലെ വരുത്താം. പക്ഷെ ഇത് സിനിമ നമ്മളെ സിനിമയിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് നമ്മളത് റിയലാണെന്നുള്ള രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ആ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അതിനുള്ളിൽ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴേക്കില്ലേ ഒരു വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. കണ്ണും നല്ല വെള്ളം വരുന്നത് അറിയില്ല. അല്ല അങ്ങനെ സങ്കടപ്പെടുന്ന അങ്ങനെ ഫീലിംഗ്സ് അല്ല, മറ്റേ ആവേശ ഭയങ്കര ഒരു അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു പടം കണ്ടില്ല. അവിടെ തണുപ്പുണ്ട്, പക്ഷെ ആ തണുപ്പിനേ അല്ല അവര് കാണുമ്പോ ഒന്നും പറയേണ്ടത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. മുകളിലൊന്ന് വെക്കറ അതിന്റെ മുകളിൽ വെക്കണ്ടെങ്കിൽ കുറച്ച് പാടന്നായിരിക്കും. അപ്പൊ വേറെന്താ പറയാനുള്ളത്, നന്നായിട്ടുണ്ട് മൊത്തത്തില്. നമ്മളെ വേറൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പരിപാടികളുമാണ് സിനിമ. അത് സ്വാഭാവികം ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മളെ കാലഘട്ടമല്ല, പുറകോട്ടാണ് രാജാക്കന്മാരും ആ റേഞ്ചിൽ അങ്ങനെയല്ല കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരുപാട് നല്ല നല്ല സീൻസ് ഉണ്ട് കേട്ടോ. നല്ല ആക്ഷൻ, നല്ല കുറെ നമുക്ക് ഇതാകുന്ന സീൻസുകൾ. നിതീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനൊന്നും പറയണ്ട, എന്നാലും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാവല്ലോ അതിനകത്ത്. ഇഷ്ടപ്പെട്ട അവസാനത്തെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടെ. ലാസ്റ്റ് 20 മിനിറ്റ് എങ്ങനെയാ 1 മിനിറ്റിലാന്ന് പോയെ പൊട്ടാൻ പറഞ്ഞു. എടുത്ത് പറയേണ്ട ഒരു സാധനം വന്നത് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്കാണ്. ഒരു കഥ പറയുന്ന അവസാനം ഉണ്ടല്ല, ഇങ്ങനെ കണ്ടു പൂട്ടാൻ മറന്നുപോയി. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ടല്ലേ നിങ്ങൾ എണീറ്റത്? ഞാനത് അതിനകത്തേക്ക് കഥ പറഞ്ഞു. സിനിമയിലേക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങിപ്പോയി. അറിയുന്നവരാരോ വന്നു വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ സിനിമ. എന്തായാലും പാകിസ്ഥാനെ പറ്റി കാണുക, എന്നാലും അതിന്റെ സൗണ്ടും ഒരു എന്താ പറയാ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊട്ടിക്കല്ലോ ഇനിയിപ്പോ കവിയൊന്നും കണ്ടില്ല, കുട്ടീനെയും കൊണ്ട് ഇപ്പൊ നല്ല സൗണ്ടുള്ള സിനിമയാണ്. അപ്പൊ പെട്ടെന്ന് കയറിയ കുട്ടീനെ കൊണ്ട് വരാൻ അങ്ങനെ തന്നെ വരാം. ഇനി എന്തായാലും ഒത്തിരിയും കവിയെ കൂട്ടിട്ട് എന്തായാലും ഞാൻ വരും. ഞാൻ പുറത്തിൻ്റെ ആണെങ്കിലും നമ്മള് കാണും. അത് നല്ലൊരു സിനിമ കേട്ടോ, നല്ലൊരു സിനിമ. എല്ലാ സിനിമകളും നല്ല തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഓരോ സിനിമയും ഡിഫറെന്റ് ആയിട്ടുള്ള കഥകളാണ് ഓരോ സിനിമയും. അതിപ്പോ ചിലപ്പോ എല്ലാവർക്കും ചില എല്ലാ പടം ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ അതിന്റെ എഫേർട്ടും കാര്യമെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും സിനിമ ഇഷ്ടപ്പെടും. നമ്മളങ്ങനെയാണ് സിനിമ ഇത്. പക്ഷെ എന്തായാലും റിസൾട്ട് അതിന്റെ സ്ക്രീനിൽ കാണുന്ന സാധനത്തിനാണ് എല്ലാവരും പറയുക സിനിമ എങ്ങനെയായിരുന്നു. പക്ഷെ ഏത് പടത്തിനായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ പടവും നമ്മളങ്ങനെ കണ്ടിട്ടാകുമ്പോൾ നമ്മളത് കാണും, എന്താ പറയുക, അത് ആസ്വദിക്കും. അതിന് ഓരോ കഥയും ഡിഫറെൻ്റ് ആണല്ലോ. ആ കഥ തന്നെ ഈ കഥയിൽ എടുക്കാൻ പറ്റില്ലല്ലോ.
പക്ഷെ ഇതേപോലത്തെ കഥകൾ എഴുതുക ഉണ്ടാക്കുക പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ബാഹുബലി വന്ന പോലത്തെ ആ ഒരു ഇത് വേറൊരു സംഭവം അല്ലേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ സീൻസുകൾ നമുക്കിപ്പം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള കുറേ സീൻസുകൾ സിനിമയിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ 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 വന്നു പോകുന്നത്. പിന്നെ ഒരു മാല ഉതിർക്കുന്ന ഇങ്ങനെ ഉതിരലാണ് അല്ലേ. പറയാൻ പറ്റില്ല, ഓർത്തെടുക്കാൻ പറ്റില്ല. ഏതെല്ലാം സീനോ എങ്ങനെയാണെന്നൊന്നും ഒരു ഓർമ്മ വരെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പോക്കെ ചിന്തിക്കാം. പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ആർട്ടിസ്റ്റിലേക്ക് വില്ലന്മാർ മാറുന്ന അതെല്ലാം ഭയങ്കരമായിട്ടുണ്ട്. ഒരു വില്ലൻ ആരാണ് അതെല്ലാം അതല്ലേ, അത് നല്ല ഇതായിരുന്നു. മിക്കവാറും കുറെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ ഒരു ചിരിയും പരിപാടിയും എത്ര പറഞ്ഞാലും ഒരു സിനിമക്ക് ഉണ്ടെന്ന് പറയാൻ മാത്രം. അതാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും സിനിമയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആഗ്രഹിച്ച് ഇതാകുന്നതാണ്. അപ്പോൾ സിനിമ ചെയ്യാമെന്നുള്ള തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. എപ്പോഴെങ്കിലും നടക്കട്ടെ, നമ്മളെ സിനിമക്ക് ഇതുപോലെ അല്ലെ കൈയടികൾ വീഴട്ടെ. അതെ അതാണ്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് വരാം. ഇത് സിനിമ കണ്ടപാടിലൊന്ന് എക്സ്പീരിയൻസ് ഒരു ഇഷ്ടം നമ്മളത് പറഞ്ഞെന്നുള്ളൂ. നന്നായിട്ടുണ്ട് സിനിമ. അടിപൊളി സിനിമ അല്ലേ. ഒന്നിന്റെ കൈ രണ്ടാമത്തെ അടിപൊളിയാന്ന് തോന്നുന്നല്ലേ. ഞാൻ കർണാടക പോയിട്ട് കണ്ടു. നമ്മളിന്ന് സിനിമ രാവിലെ നമ്മളൊരിക്കലും രാവിലെ പോയി സിനിമ കാണില്ല. നമ്മളെല്ലാ സിനിമയും രാത്രിയല്ലേ കാണല്ലേ. അതായത് രാവിലെ കണ്ടു തിയേറ്ററിന്റെ ഉള്ളിൽ രാവിലെ രാത്രി എല്ലാം കണക്ക് തന്നെയാണ്. അല്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു ഇതില്ലേ പോയിന്റ് വലിയ ഇടിയും മഴയും മിന്നലും അല്ലേ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതേ അനുഭവം നമുക്ക് ഇടിയും മഴയും ഇടിയും. അപ്പൊ നമ്മള് ടിസ്റ്റൊന്നും വിളിക്കുന്നില്ല. കവി കർണാടകത്തിലേക്ക് ഇന്ന് നമ്മള് കർണാടകത്തിലേക്ക് പോകുന്നുണ്ട്. ദസറയാണ് കർണാടകത്തിൽ മടിക്കേരി. അപ്പൊ കർണാടകത്തിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് വിളിക്കാം. കാന്താര ഞാൻ കാണും, നിങ്ങൾ കുട്ടീനെ നോക്കിക്കോ. കുഴപ്പമില്ല, എന്തായാലും കാണണം. മാമി എന്തായാലും കാണാം. ഇതിനിടക്ക് ലോകം കാണാൻ പോയിട്ട് എന്റെ ലോകം തേച്ചവൻ കാണിച്ചു തന്നു. ലോക നല്ല പടാട്ടോ. നല്ല സിനിമയാണ്, അടിപൊളിയാണ്. കുറെ നല്ല നല്ല സിനിമകൾ ഇങ്ങനെ അല്ലേ.